ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന ചടങ്ങിനെ പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. കല്യാണത്തിന് മുന്നേ കണ്ണൂരിൽ നിന്ന് ഞാനിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇതാണ് അകത്ത് വെച്ച് കൊടുക്കൽ. അതായത് ഒരാൾ മരിച്ചിട്ട് അതേ ഡേറ്റ് ഓരോ കൊല്ലം വരുമല്ലോ, അപ്പോൾ ആ ദിവസം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദീപേട്ടൻ്റെ അമ്മമ്മ മരിച്ചിട്ടുള്ള ആ ദിവസമായിരുന്നു. അപ്പോൾ അകത്ത് വെച്ച് കൊടുക്കൽ നമ്മളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു റൂമിൽ ഇലയൊക്കെ വെച്ച് ഇലയിൽ ഇതൊക്കെ വിളമ്പി നമ്മൾ പ്രാർത്ഥിച്ച് റൂമൊക്കെ അടച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊറോട്ട, ചപ്പാത്തി, ചിക്കൻ കറി, കപ്പ, ചോറ്, പിന്നെ സ്വീറ്റ്സ് ആയിട്ട് ജിലേബിയും മിച്ചർ അങ്ങനത്തെ ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് വെള്ളം, ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാമനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇലയൊക്കെ വെച്ച് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി നമ്മളെല്ലാവരെയും അകത്തേക്ക് വിളിച്ച് നമ്മുടെ കയ്യിൽ അരിയൊക്കെ തന്ന് ഒരു നിമിഷം മനസ്സിൽ മരിച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അരി അവിടെ ഇടുകയാണ് ചെയ്തിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് എല്ലാവരും റൂമൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ ഏച്ചിമാരും ഏട്ടന്മാരും അവരുടെ മക്കളും, അങ്ങനെ വീട് ഫുൾ ആൾക്കാരായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാം. അപ്പം ഇന്ന് നമുക്ക് കണ്ണൂരേക്ക് പോകണം. അതുകൂടാണ്ട് ഏച്ചി നമ്മളെ കൂടെ വരുന്നുണ്ട്, കൊയിലാണ്ടിയേക്ക്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായത്. കപ്പയൊക്കെ ഉണ്ടായിരുന്നു, അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. വേഗം കഴിച്ചിട്ട് ഇറങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ച് നേരെ വണ്ടി എടുത്ത് ഇറങ്ങി. വരുന്ന വഴിക്ക് കൊയിലാണ്ടി ടെൻഡർ കോക്കനട്ട് ഷേക്ക് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിർത്തിയതായിരുന്നു. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ മൂന്നാളും 3 കോക്ടെയിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ കോക്ടെയിൽ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷെ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഏച്ചീനെ വീട്ടിലിറക്കി നമ്മൾ നേരെ തിരിച്ച് കണ്ണൂരേക്ക് പോവാണ്.